കേരള DTH ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും ഈ സൺ ഡയറക്റ്റിൻ്റെ 4K ബോക്സ് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ എനിക്കൊന്നൊരു വർഷത്തോളമായി മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. സൺ ഡയറക്റ്റിൻ്റെ 4K ബോക്സ് കസ്റ്റമേഴ്സിന് ഇതുവരെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ചുരുങ്ങിയ കസ്റ്റമേഴ്സിന് ഇത് ഇറങ്ങിയ സമയത്ത് മാത്രമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് എല്ലാ ആളുകൾക്കും ഇത് കിട്ടുന്നൊരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അവർ ആയിരക്കണക്കിന് ബോക്സുകളാണ് ഇപ്പോൾ കേരളത്തിൽ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇതിൻ്റെ ഒരു കമ്പനിയുടെ ആൾ ഒരു 200 ചില്ലാൻ ബോക്സുകൾ ടോട്ടൽ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ബോക്സ് നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ഈ 4K ബോക്സ് പുതിയ കണക്ഷനായിട്ട് നിലവിൽ അവർ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ബോക്സ് ഓൺലി ആയിട്ട് ഓൾറെഡി ഏതെങ്കിലും DTH ഉപയോഗിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നിലവിൽ സൺ ഡയറക്റ്റിൻ്റെ പഴയ ബോക്സ് അല്ല HD ബോക്സ് ഉപയോഗിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആൾക്കൊക്കെ ഈ ബോക്സ് കിട്ടും. 6 മാസത്തെ പാക്കേജോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ബോക്സ് കൊടുക്കുന്നത്. ഇതിൻ്റെ വിലയും കാര്യങ്ങളും അറിയുന്നതിനെ മുമ്പേ നിങ്ങൾ ഈ ബോക്സിനെ പറ്റി ജസ്റ്റ് ഞാൻ ഇതുവരെ യൂട്യൂബിൽ ഡയറക്റ്റ് ഉള്ള ഒരു വീഡിയോയും ഇതുവരെ സൺ ഡയറക്റ്റിൻ്റെ 4K ബോക്സിനെ പറ്റിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിനുവേണ്ടി ഞാനൊരു വീഡിയോ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ ബോക്സിനൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തരാം. ഭൂരിപക്ഷം ആളുകൾ ഈ ബോക്സ് കണ്ടു കാണും. ഓൺലൈനിലൊക്കെ ഒരുപാട് ആളുകൾ ഇന്ത്യക്കാരൊക്കെ ഇഷ്ടംപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ. അപ്പോൾ എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് വേണ്ടി ആദ്യമായിട്ടാണ് ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു ബോക്സ് നമ്മൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് കിട്ടുക നമ്മുടെ ഈ ഒരു സെറ്റോ ബോക്സാണ്. ഈ സെറ്റോ ബോക്സ് നിങ്ങൾ എൻ്റെ ഒരു കൈയിൻ്റെ അടിയിൽ വെക്കുമ്പോൾ കൊള്ളുന്ന ഒരു ബോക്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ വെയിറ്റ് ഉണ്ട്. ഇത് പിടിക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയിലാണ് ഇവർ ഇറക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് മുന്നിലേക്ക് നോക്കുമ്പോൾ സൺ മാക്സ്, അതുപോലെ തന്നെ 4Kൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഡോൾബി വിഷൻ അറ്റ്മോസ്ന്നും കൊടുത്തിട്ടുണ്ട്. തിരിച്ച് പിടിക്കുമ്പോൾ ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഏരോ മാർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നിലേക്ക് വരുമ്പോൾ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ കേബിൾ ഡയറക്റ്റ് കണക്ട് ചെയ്യാം. ഇത് HDMI കേബിള്, സാധാ TV ഉള്ള ആളുകൾക്ക് AV കേബിള്, ഒപ്റ്റിക്കൽ വേണ്ട ആളുകൾക്ക് ഒപ്റ്റിക്കൽ ഔട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിഷ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പവർ അഡാപ്റ്ററും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഏതാണ്ട് ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ബോക്സാണ്. പിന്നെ സൈഡിലായിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള രീതിയിലും കൊടുത്തിട്ടുണ്ട്. അപ്പം ബോക്സിനെ പറ്റി കാണുകയാണെങ്കിൽ അടുത്ത നമുക്ക് സംഭവം നോക്കാം. ബോക്സിൽ വേറെ എന്തൊക്കെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമോട്ടിലേക്ക് വരുമ്പോൾ റിമോട്ട് ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ആക്കി അടിക്കാം. റിമോട്ട് ഒരു ചെറിയ റിമോട്ടാണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിക്കുള്ള ഒരു ചെറിയ റിമോട്ടാണ്. അതിൽ തന്നെ നമുക്ക് ലൈവ് TV എന്നുള്ളത് ഇപ്പോൾ സൺ ഡയറക്റ്റ് എടുക്കുന്ന ആളുകൾക്ക് അറിയാമല്ലോ. ലൈവ് TVൻ്റെ ഒരു ആപ്പായിട്ട് തന്നെയാണ് വരുന്നത്. അത് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. സൺ ഡയറക്റ്റ് ഗോൻ്റെത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൺ നെക്സ്റ്റിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പ്രൈമിൻ്റെ കൊടുത്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിൻ്റെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് ഈ ഹോട്ട്സ്റ്റാറും കൂടി കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി സൂപ്പറായിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. മ്യൂട്ട്, ഹോം ബട്ടൺ കാര്യങ്ങളൊക്കെ ഒരു ലെതർ ടൈപ്പാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഒരു ലെതറിൻ്റെ ഒരു ഇതുപോലെ തോന്നുന്നുണ്ട്. ക്വാളിറ്റി ഉണ്ട് കേട്ടോ. സൺ ഡയറക്റ്റിന് ഇതുവരെ ഇറക്കിയ ബോക്സിൽ ഏറ്റവും ക്വാളിറ്റി തന്നെ ഇത് ഇറക്കിയിട്ടുണ്ട്. നല്ല ഒരു തൊടുമ്പോൾ തന്നെ പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ തൊടുമ്പോൾ നമുക്ക് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഇത്രയും ഇത് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് അഡാപ്റ്റർ പിന്നെ പൊതുവേ ഇത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കറിയാലോ എല്ലാ എയർടെലിനും അതുപോലെ ടാറ്റ പ്ലേക്കും സൺ ഡയറക്റ്റിൻ്റെ മുമ്പും ഇതൊക്കെയുള്ള ഡിഷ് ടിവിയും DTHും കുറച്ച് വ്യത്യാസമുണ്ട്. അവരൊക്കെയുള്ള അഡാപ്റ്റർ. പിന്നെ ഒരു HDMI കേബിൾ, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള HDMI കേബിൾ തന്നെയാണ് കേട്ടോ. നല്ല സ്ട്രോങ് ഉണ്ട് കാഴ്ചയിൽ. ഇനി ഇതിൻ്റെ ഗുണമേന്മ എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ചെക്ക് തന്നെ വേണം. പിന്നെ നമുക്ക് പനാസോണിക്കിൻ്റെ 2 AAA ബാറ്ററിയും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഈ ബോക്സിൻ്റെ കൂടെ നമുക്ക് കിട്ടുക. അപ്പം ബാക്കി ഞാനൊന്ന് TVയിൽ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അത്യാവശ്യം ക്വാളിറ്റികൾ. കൂട്ടുകാരെ, സൺ ഡയറക്റ്റിൻ്റെ ബോക്സ് ഇപ്പോൾ ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓണാക്കുമ്പോൾ തന്നെ ഫസ്റ്റ് കിട്ടുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു സ്ക്രീന്. അതിൻ്റെ മുകളിൽ ഹോം, സെർച്ച് ഓപ്ഷൻ ഉണ്ട്. തൊട്ടടുത്ത് ഹോം, അതിലിപ്പോൾ ലൈവ് TV. ഇത് നമ്മൾ സെറ്റ് ഓഫ് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ചാനലുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാറ്റലൈറ്റ് ചാനലുകൾ എന്ന് പറയും. പിന്നെ TV ഗൈഡ്, ലൈബ്രറി, ആപ്സ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, വൈഫൈ കണക്ട് ചെയ്താൽ ഇവിടെ കാണിക്കും. ഇതെന്തെങ്കിലും നോട്ടിഫിക്കേഷൻ അപ്ഡേഷനൊക്കെ വരുമ്പോൾ ഇവിടെ കാണിക്കും. ഇവിടെ പോയി കഴിഞ്ഞാൽ TV സെറ്റിങ്സ് ഉണ്ട്. അത് നമുക്ക് ഓപ്ഷൻ പോയാൽ നമുക്ക് എഡിറ്റ് ചാനൽ, ഫേവറേറ്റ്, ഓഡിയോ വീഡിയോ സെറ്റപ്പ്, സിസ്റ്റം ഇൻഫർമേഷൻ, ചാനൽ സെർച്ച്, ഇതിൽ മറ്റെല്ലാ DTHും ട്യൂൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ചിലപ്പം നമ്മൾ FTA പാക്കേജൊക്കെ ഈ വലിയ ഡിഷിൻ്റെ ചാനലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ട്യൂൺ ചെയ്യാൻ സാധിക്കും.
ഇതിൻ്റെ മെയിൻ പ്രത്യേകത റീചാർജ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് പരിപാടികളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ഒരു സോഫ്റ്റ്വെയറോ കാര്യങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല. ആ ഒരു ഓപ്ഷൻസ് ഉണ്ട്. ചാനൽ സെർച്ചിൽ പോയാൽ നിങ്ങൾക്ക് കാണാം സാറ്റലൈറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അതിൽ എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ട്രാൻസ്പോണ്ടർ എഡിറ്റ് ചെയ്യാം. വേണ്ട വലത് ഭാഗത്ത് പോയിട്ട് ആ ഒരു ഓപ്ഷനിൽ ആഡ് ചെയ്യാം. നമുക്ക് LMP ടൈപ്പ് ചേഞ്ച് ചെയ്യാം. 57, 50, 59, 50 ഒക്കെ ചേഞ്ച് ചെയ്യാം. അങ്ങനെ എല്ലാ ഓപ്ഷൻസും കാണുന്നുണ്ട്. നിലവിൽ ഞാൻ സൺ ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടില്ല. എയർടെലിൻ്റെ കണക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എയർടെലിൻ്റെ TP ഫ്രീക്വൻസി ചെക്ക് ചെയ്തപ്പോൾ എയർടെലിൽ സിഗ്നൽ കാണിക്കുന്നുണ്ട്. ട്യൂൺ ചെയ്തപ്പോൾ ട്യൂണിങ്ങും ആകുന്നുണ്ട്. നിങ്ങൾക്ക് മുകളിൽ കാണാൻ ഇപ്പോൾ സിഗ്നൽ വരും. ക്വാളിറ്റി വന്ന് സ്ട്രെങ്ത്തും വന്നിട്ടുണ്ട്. ട്യൂൺ ചെയ്തപ്പോൾ ചാനൽ കയറുന്നുണ്ട്. പിന്നെ നമുക്ക് സ്കാൻ മോഡിൽ 1 TB ആയിട്ട് സ്കാൻ ചെയ്യാം, all TB ആയിട്ട് സ്കാൻ ചെയ്യാം, ഫാസ്റ്റ് സ്കാൻ ആയിട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ ടൂൾസ്, ചേഞ്ച് പാസ്വേഡ്, റീസെറ്റ്, പിന്നെ കാർഡിൻ്റെ സെറ്റപ്പ് ഇൻസ്റ്റാളേഷനൊക്കെ ഉണ്ട്. ആൻഡ്രോയിഡ് സെറ്റിങ്സ് പോയാൽ നമുക്ക് ജസ്റ്റ് ഡിവൈസ് പ്രിഫറൻസ് പോയാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. എത്രയാണ് വേർഷൻ? ഇത് നിലവിലുള്ള ഈ സെറ്റ് ബോക്സ് 12 വേർഷൻ, ആൻഡ്രോയിഡ് 12. പിന്നെ ആൻഡ്രോയിഡ് ബിൽഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അടുത്തതായിട്ട് സ്റ്റോറേജ് നോക്കാം. സ്റ്റോറേജ് പോയപ്പം 25 GB ഉണ്ട് സ്റ്റോറേജ്. ഓക്കെ. നിലവിൽ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻസ് പോയാൽ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. എന്തിന് പറയുന്നത് USB ഡിബഗ്ഗിങ് വരെ ഇതിൽ ഓണാക്കാം ഓഫാക്കാം. പിന്നെ നമുക്ക് സ്മാർട്ട് കൺട്രോൾ, സ്ക്രീൻ സേവർ, പിന്നെ വെറുതെ വേണ്ട ഡിസ്പ്ലേ ആൻഡ് സൗണ്ട്. അതിലേക്ക് പോകുമ്പോൾ HDR സെറ്റിങ്സ്, അതിൽ HDR, ഡോൾബി വിഷൻ, HDR ഓട്ടോ, അങ്ങനെ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. സ്ക്രീൻ റെസൊല്യൂഷൻ, പരമാവധി ഡിസ്പ്ലേ മോഡ് 2160p 59.94 വരെ സപ്പോർട്ടിംഗ് ആണ്. പിന്നെ നമുക്ക് ഏതാ അറിയാനുള്ളത്? HDMI CEയിൽ സ്വിച്ച് ഓഫ് എല്ലാ ഓപ്ഷൻസും ഉണ്ട്. സിസ്റ്റം സൗണ്ടിൽ നമുക്ക് ഒപ്റ്റിക്കൽ ഔട്ട് ഉണ്ട്. ഒപ്റ്റിക്കൽ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. DRC കാര്യങ്ങളെല്ലാവരൊക്കെ ഉണ്ട്. പിന്നെ വേറെ കാര്യങ്ങളൊന്നും നോക്കാനില്ല എന്ന് എൻ്റെ അഭിപ്രായം. ബാക്കി ക്യാമറ, മൈക്രോഫോൺ, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഇതിലുണ്ട്. എനിക്ക് തോന്നുന്നത് സാധാ ഡിഷ് ആൻറ്റിനെ കണക്ട് ചെയ്താൽ അതും സപ്പോർട്ട് ചെയ്യും തോന്നുന്നുണ്ട്. അറിയില്ല, ഉറപ്പ് പറയുന്നില്ല. എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഡിഷൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ ഈ ഒരു ബോക്സ് ഞാൻ കൊടുക്കുന്നുണ്ട് ഏതാണ്ട് 3699 രൂപ, 6 മാസം പ്ലാനോട് കൂടിയിട്ട്. സെറ്റ് ബോക്സിൻ്റെ എല്ലാ ഓപ്ഷൻസും ഉള്ള ഒരു ബോക്സാണ്. ഇനി ഭാവിയിൽ ഇത് അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ, ബോക്സ് മാറിക്കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഔട്ടാവും, ഇൻ്റർനെറ്റിൻ്റെ കേബിൾ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന ഔട്ടാവും, AV കേബിൾ ചിലപ്പോൾ ഔട്ടാവും, HDMI മാത്രമാവും. ഇപ്പം ബോക്സ് ഒരു 100 എണ്ണോളം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ആളുകൾ ഇത് വാങ്ങാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ബോക്സാണ്. നിങ്ങൾക്ക് അത്യാവശ്യമുള്ള അപ്ലിക്കേഷൻസൊക്കെ അവർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും, പ്രൈം ആണെങ്കിലും, സൺ ഡയറക്റ്റ് ഗോ ആപ്പ് ആണെങ്കിലും, സൺ നെക്സ്റ്റ്, യൂട്യൂബ് കാര്യങ്ങളൊക്കെ ഇതിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് കൊടുക്കുക. ഈ വീഡിയോൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്ന് കൊടുക്കുക, കൂടുതൽ ആൾക്കാരിലെത്തിക്കുക. താങ്ക് യു. വീഡിയോ അവസാനിപ്പിക്കുന്നു.